ഹലോ ഗൈസ്, വെൽക്കം ടു യുവർ കപ്പിൾ. പുതിയ മോഡലാണത് ശൈലി. ഞങ്ങളുടെ പുതിയ വ്ളോഗിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നത്തെ വ്ളോഗ് നല്ലൊരു പ്രധാനപ്പെട്ട ഞങ്ങൾക്ക് ലൈഫിൽ ഒരുപാട് പ്രധാനപ്പെട്ട, കാരണം ഞങ്ങൾ അവിടെ നിന്നുണ്ട് ഒളിച്ചോടി വന്നിട്ട് ഞങ്ങൾ ആദ്യമായിട്ട് ഇങ്ങനെ രണ്ടുപേരും നാട്ടിലേക്ക് പോവാൻ പ്ലാൻ ചെയ്ത് റെഡി ആയിരിക്കുകയാണ്. കുറെ ഉണ്ടാവാറുണ്ട്, പക്ഷെ ഞങ്ങൾക്ക് നടക്കലില്ല. സാങ്കേതിക തകരാറ് മൂലം നടക്കാറില്ല. പക്ഷെ ഇപ്രാവശ്യം ഞങ്ങൾ മാക്സിമം സെറ്റാക്കി, പ്രതീക്ഷിക്കാതെ അതെ ടിക്കറ്റ് എടുത്തപ്പോഴാണ് നമ്മൾ ഓക്കെ പിന്നെ ഇനിയും പറ്റില്ല, ക്യാൻസൽ ചെയ്യാൻ പറ്റില്ലല്ലോ. അപ്പോൾ കൺഫേം ആയി. അപ്പൊ ഞങ്ങൾ അതിന്റെ സത്യം പറഞ്ഞ ഒരുപാട് ഹാപ്പിനെസ്, എക്സൈറ്റ്മെന്റ്. കാരണം 4.5 വർഷമായി ഞങ്ങള് നാട് കണ്ടിട്ട്. ഞാൻ ഇവിടെ അതിന്റെ ഇടയിലൊന്ന് വന്ന്, പക്ഷെ DNC അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങളിലായിരുന്നു. ഹാപ്പിനെസ് ആയിട്ട് അങ്ങനെ വന്നതാണ്. അപ്പൊ ഞങ്ങള് ആ ഒരു ഹാപ്പിനെസ് ഒന്നും എനിക്ക് ഉണ്ടായിട്ടുണ്ടായിരുന്നില്ല. അപ്പൊ അച്ഛനമ്മേനും കാണാൻ ആ ഒരു സന്തോഷമില്ലാതെ എക്സൈറ്റ്മെന്റ് കുറച്ച് ഇവളെക്കാളും കൂടുതലാവും. ഇവൾക്കും ഉണ്ടാവാം. പക്ഷെ ഞാന് അച്ഛനമ്മേനെ, എന്റെ വീട്ടുകാരെയും, അച്ഛനമ്മേനെ പ്രത്യേകിച്ച്, കാരണം അവരെ തീരെ കണ്ടില്ലല്ലോ. എന്റെ വീട്ടുകാരെ പിന്നെ നമ്മള് എന്നും ചെറുപ്പം മുതലേ കാണാം. ഞങ്ങള് രണ്ടാളും പോണേന്റെ ഇരിക്കുന്നുണ്ട്. കാരണം എന്റെ ഏറ്റവും വലിയ ആഗ്രഹമാണ് ഒരുമിച്ച് ഞങ്ങൾ രണ്ടാളും എന്റെ കൈ പിടിച്ചിട്ട് പോണെന്ന് അവൾക്ക് ഭയങ്കര ആഗ്രഹം. അങ്ങനെയല്ല, ഞങ്ങൾ ഒരുമിച്ച് വന്ന് ഒരുമിച്ച് പോണെന്നാണ്. അത് ഒരുമിച്ച് പോകാൻ എനിക്ക് സാധിച്ചില്ല. അത് ഞാൻ ഒരുപാട് ടെൻഷനാള് നേരിട്ടിട്ടാണ് പോയത്. അവിടെ പോയപ്പോഴും എനിക്ക് വലിയ സുഖമൊന്നും ഉണ്ടായിരുന്നില്ല. ഫിറു ഇല്ലാത്തതിൻ്റെതായ ബുദ്ധിമുട്ടുകളൊക്കെ എനിക്ക് ഉണ്ടായിരുന്നു. ഒറ്റയ്ക്ക് എല്ലാം നേരിടേണ്ട അന്ന് എനിക്ക് പോവാൻ പറ്റിയില്ല. അപ്പൊ ഞങ്ങൾ ഒരുപാട് കാലത്തെ ആഗ്രഹമാണ് ഇതുപോലൊരു പോക്ക്. ഇതില് പടച്ചോൻ, സത്യം പറയാ, പടച്ചോൻ നമ്മളെ കൂടെ. ഏറ്റവും വലിയ ആഗ്രഹമായിരുന്നു ഇങ്ങനെ രണ്ടുപേരും കൂടിയിട്ട് പോവാ. നാട്ടിൽ പോയിട്ട് എന്താണെന്നൊന്നും അറിയില്ല, നല്ലതാണോ പടക്കാമെന്നൊന്നും അറിയില്ല. അച്ഛനും അമ്മയും നമ്മളവിടെ സ്വീകരിക്കുന്നത് തന്നെ ഏറ്റവും വലിയ ഭാഗ്യമാണ്. അങ്ങനെ ഒരിക്കലും ആർക്കും അങ്ങനെ കിട്ടലില്ല. അവർ നമ്മൾ വരാൻ വേണ്ടി വെയിറ്റ് ചെയ്യാണ്. കാണാനുള്ള ഭാഗ്യം ഉണ്ടാവട്ടെ നല്ല രീതിയിൽ. പക്ഷെ അവര് നമ്മൾ സ്വീകരിക്കുന്നത്, നമ്മളെ വെയിറ്റ് ചെയ്യുന്നതും തന്നെ വലിയ ഒരു സന്തോഷമാണ്. അതുപോലെ എൻ്റെ വീട്ടുകാരും, എൻ്റെ താത്താമാരും, ഉപ്പയും, താത്താമാരൊക്കെ ഇടക്കിടക്ക് കരച്ചിലൊക്കെയാണ് എന്നെ. കാരണം ഉമ്മ ഇല്ല. അപ്പോൾ ഉമ്മ ഉണ്ടെങ്കിൽ എന്നോ ഞാൻ നാട്ടിലെത്തി, പിടിച്ച് വരിപ്പിക്കുക എങ്ങനെയെങ്കിലും. അപ്പോൾ അവർ ഇടക്കിടക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും വിളിച്ചിട്ട് കരയുക. അതൊക്കെ ഞാൻ അറിയുന്നുണ്ട്, താത്താടെ മക്കളൊക്കെ പറഞ്ഞിട്ട്. അപ്പോൾ അവരുടെ വിഷമവും. അപ്പോൾ എല്ലാവരും ഒന്ന് കണ്ടിട്ട് ഒരു 30-35 ദിവസം ഒരു ഷോർട്ട് വെക്കേഷൻ. ഉപ്പാനെ കണ്ടിട്ട് കുറേ ആയി. അപ്പോൾ ഉപ്പന്നെ എപ്പോഴും നമ്മോട് പറയല്ലേ, അച്ഛനമ്മ ഇങ്ങോട്ട് കൊണ്ടുവരും. ഞാൻ കാണാത്ത വിഷമം പറയുമ്പോൾ അവരിതുവരെ കണ്ടില്ലല്ലോ. കാരണം വലിയൊരു തീക്കനൽ കൊടുത്തിട്ടല്ലേ ഒരു കുട്ടീനെ പൊക്കി കൊടുത്തിട്ട് അങ്ങനെ വന്നതല്ലേ. പിന്നെ അവർ ഇന്ന് വരെ കണ്ടില്ല, ഫോണിൽ കൂടെ സംസാരിക്കുക എന്നല്ലാതെ. അപ്പോൾ ഉപ്പൊക്കെ ഭയങ്കര സപ്പോർട്ടിൽ എന്നോട് പറയും അവരിങ്ങോട്ട് കൊണ്ടുവരും. പക്ഷെ അതിനും നമുക്ക് സാധിച്ചിട്ടില്ല. പിന്നെ അപ്പം എന്തായാലും പടച്ചോന്റെ, ഞാൻ പറഞ്ഞ മേലെ, പടച്ചോന്റെ ഒറ്റ ഇതാണ് ഞങ്ങൾ ഇന്ന് രണ്ടാളും ഞാൻ ആഗ്രഹിച്ച പോലെ പല ആഗ്രഹങ്ങളും ഒരുമിച്ച് പോകേണ്ട കാര്യത്തിൽ തടസ്സങ്ങളായിരുന്നു. അപ്പോ പിന്നെ എനിക്ക് ആണെങ്കിൽ ഒറ്റയ്ക്ക് പോവായിരുന്നു. പക്ഷെ ഞാനും കൂടി പോകണുള്ളൂ എന്നുള്ളതിൽ ഞാനും നിന്ന്. കാരണം ഫിറു ഇല്ലാതെ എനിക്ക് സെറ്റ് ആവണില്ല. അത് ഫിറു ഇല്ലാതെ നിക്കാൻ പറ്റണില്ല എന്നല്ല, നമ്മള് ഒരു ഇന്റർകാസ്റ്റ് മാരേജ് കഴിഞ്ഞ ആൾക്കാർക്ക് അറിയാം, നമ്മള് ഒറ്റപ്പെട്ടു പോണ പോലെ നമുക്ക് പലപ്പോഴും ഫീൽ ചെയ്യും. എല്ലാ കാര്യങ്ങളും നമ്മള് ഒറ്റയ്ക്ക് നേരിടേണ്ടി വരും. അച്ഛനമ്മയും കൂടെ ഉണ്ടായിട്ടുണ്ടില്ല എന്നല്ല, പക്ഷെ അവര് നമ്മളൊരു ചെയ്തിട്ട് അവരിങ്ങനെ ഓരോന്ന് പറഞ്ഞ് ബുദ്ധിമുട്ടിക്കാൻ പാടില്ലല്ലോ. അപ്പൊ അതിന്റെ വീഡിയോയിൽ അങ്ങനെ കാണിക്കാൻ പറ്റുന്നില്ല. ഉള്ളിലുണ്ട്. ഇവിടെ ഒരുപാട് കാര്യം. ഇപ്പൊ റൂം മാറല് അതുപോലായിട്ട് കിടക്കാണ്. ഞങ്ങൾ വന്നിട്ട് വേണം ഞങ്ങൾ സെറ്റാക്കാം. കുറെ ബുദ്ധിമുട്ടുകൾ ഇതിന്റെ ഇടയിൽ വന്ന് ഞങ്ങക്ക്. പക്ഷെ എന്നാലും ഞങ്ങള് അതിന്റെ ലാസ്റ്റ് ഘട്ടത്തിൽ എത്തി നിൽക്കുകയാണ് ഇൻഷാ അല്ലാ. അപ്പൊ അത് നിങ്ങളോട് പറയണം. അതുകൊണ്ട് തന്നെ ഉള്ളിലുണ്ടെങ്കിലും നമുക്ക് അത് ഇപ്പൊ വീഡിയോയിൽ പറയുമ്പോഴായിക്കോട്ടെ നമുക്കണ്ട് എക്സ്പ്രസ് ചെയ്യാൻ പറ്റുന്നില്ല. കാര്യങ്ങൾ നമുക്ക് ചെയ്തു തീർക്കാണ്ട് ഒരുപാട്. എനിക്ക് എന്റെ മനസ്സിൽ ഇപ്പൊ ഒരു വിഷമം എന്താ, ഞങ്ങൾക്ക് ആ പോവണത് എൻജോയ് ചെയ്യാൻ പറ്റണില്ല. ഫിറുവിന്റെ കാര്യത്തില്, ഞാൻ എന്റെ കാര്യത്തില് ബിസി. ഒരു വെറുതെ എൻജോയ്മെന്റ് കണ്ടെത്തുന്ന ആൾക്കാരാ. ഞങ്ങൾക്ക് പോണ കാര്യത്തിൽ ഇതുവരെ ഇപ്പൊ അവസാന ഘട്ടമായിട്ട് ഞങ്ങൾ രണ്ടുപേരും മാത്രം റൂമിൽ ഇരുന്നിട്ട് ആരും വിളിച്ചിട്ടൊന്നുമില്ല. നമ്മൾ തന്നെ പെട്ടിങ്ങനെ
പറ്റണ പോലെ സെറ്റാക്കിയിട്ട് ഉള്ള പരിപാടിയിൽ എല്ലാം നമ്മൾ തന്നെ ഇങ്ങനെ അറേഞ്ച് ചെയ്തിട്ട് ഇങ്ങനെ ചെയ്യണം. ഇനി ഒരുപാട് കാര്യങ്ങളുണ്ട്, ഞങ്ങളുടേതായ കാര്യങ്ങളൊന്നും നടന്നിട്ടില്ല. അതിന്റെ ഇടയിൽ നമുക്ക് മെയിൻ ഇമ്പോർട്ടൻസ് നമ്മളെ യൂട്യൂബിൽ ഇതൊക്കെ ഇങ്ങനെ പറയുക. പിന്നെ നമ്മളിപ്പോൾ നാട്ടിൽ വന്നാലും വ്ളോഗ് ഇടുമ്പോൾ ഏത് കാലത്തും നമുക്ക് കാണാനുള്ള കുറേ മുഹൂർത്തങ്ങൾ, നല്ല നല്ല മുഹൂർത്തങ്ങൾ എല്ലാവരായിട്ടുള്ള അത് മാക്സിമം നമ്മൾ പകർത്തിയിട്ട് ഇതിലിടുക. പിന്നീട് നമുക്ക് കാണാം. അങ്ങനൊക്കെ ഒരുപാട് ആഗ്രഹം വെച്ചിട്ടാണ് ചില സമയത്ത് പണ്ടത്തെ വീഡിയോ കാണുമ്പോൾ ചിരി വരും. പക്ഷെ അത് ചിരി വരുന്നുള്ളതുകൊണ്ടുള്ള സന്തോഷം കൊണ്ടാട്ടാ. ഇതാണ് ഞങ്ങളെ ഇപ്പത്തെ സിറ്റുവേഷൻ. ഞങ്ങൾ എന്തായാലും അത്രയും ഞങ്ങൾ നാട്ടിൽ പോവാണ് ഗൈസ്. നാട്ടിൽ പോവാണ് ഗൈസ്. അപ്പോ എല്ലാം നല്ല രീതിയിലാവട്ടെ. അപ്പോൾ അതിന്റെ ഒരു ചെറിയ വ്ളോഗാണ് ഇന്ന് നമ്മൾ പെട്ടി സെറ്റ് ചെയ്യണതും ഇവിടുത്തെ കുറച്ച് കാര്യങ്ങളാണ് നമ്മൾ ഇതിൽ കാണിക്കുന്നത്. ഞങ്ങൾ ഉദ്ദേശിക്കുന്നത് പോവാ കുറച്ച് ദിവസമുള്ളൂ, എല്ലാവരും കാണുക. കാരണം അതില് പ്രവാസികൾക്കാണ് ആൾക്കാരെ കാണാത്തതിന്റെ ഏറ്റവും വലിയ ബുദ്ധിമുട്ട്. അവരായിരിക്കും അത് ഫീൽ ചെയ്യാ. പണ്ട് എന്റെ ഉപ്പൊക്കെ വരുന്ന ഒരു പോലെ ആയി ഞാൻ. കാരണം 6 മാസത്തിനും 1 കൊല്ലത്തിനും പ്രവാസികളൊക്കെ ഇടക്കിടക്ക് പോകുന്നുണ്ട്. ഇപ്പൊ നമ്മള് എന്റെ ഉപ്പൊക്കെ പണ്ട് 5 വർഷം 4 വർഷം കൂടി വരുന്ന പോലെ ആയി. ഇപ്പൊ ഞാൻ 4.5 വർഷമായി ഒറ്റ നൃത്തം പിടിച്ചു നിന്ന്. പക്ഷെ ഇപ്പൊ പറ്റാതായി. ഭയങ്കരമായിട്ട് ഇവിടെ അച്ഛനക്ക് വയ്യ, അങ്ങനത്തെ ഒരു സിറ്റുവേഷൻ ഒക്കെ വന്നപ്പോൾ നമുക്ക് മനസ്സിൽ ഇങ്ങനെ ടെൻഷൻ. കാരണം അവരുടെ അടുത്ത് പോവാനും കാണാനും മനസ്സിൽ ഭയങ്കര വേദന. അങ്ങനെ ഉറപ്പിച്ചിട്ടുണ്ട് എടുത്തൊരു തീരുമാനമാണ് അത്. പിന്നെ എന്താ പറയാ, ഓരോ ദിവസം ഇങ്ങനെ കെടുക്കുമ്പോഴൊക്കെയാണ് എല്ലാ തിരക്കും കഴിഞ്ഞ് കെടുക്കുമ്പോഴാണ് ഓരോരുത്തരും കാണാനുള്ള ഒരു ഫീല് വരും. അതില് പലരും നമ്മളെ വിട്ട് പോയവരും ഉണ്ട് കേട്ടോ, മരണപ്പെട്ടു പോയവരുണ്ട്. ഇപ്പൊ ഇവിടെ ഫാമിലിയിലാണെങ്കിലും എന്റെ ഫാമിലിയിൽ മരണപ്പെട്ടവരുണ്ട്, അതേപോലെ മിണ്ടാത്തവരുണ്ട്. അവര് എനിക്ക് പലരും കാണാൻ തോന്നാറുണ്ട്. അവര് നാട്ടിൽ പോയാലും ഉണ്ടോന്നുമില്ല. പക്ഷെ ഇവിടെ അവിടെ ഇങ്ങനെ പോയി നിൽക്കും ചിലപ്പോ. അല്ല അവൾക്ക് ആ വിഷമം ഉണ്ട് കേട്ടോ. അതിൽ നമ്മ ചേർത്ത് പിടിക്കണം. കാരണം എന്റെ ഒപ്പം വന്നിട്ടാണ് അതൊക്കെ അവൾക്ക് നഷ്ടപ്പെട്ടത്. അത് ഗൈസ് ചില ആൾക്കാരെ കാണാൻ പറ്റണില്ല എന്ന് പറഞ്ഞപ്പോൾ കരഞ്ഞ് ഞങ്ങൾ കട്ട് ചെയ്തതാ. പക്ഷെ ഞാൻ എന്താണെങ്കിലും നമ്മളെ വിഷമമാണെങ്കിലും സന്തോഷമാണെങ്കിലും ഇതിൽ കാണണം, അത്രേ ഉള്ളൂ. അപ്പോൾ കരഞ്ഞോ, കാരണം നാളെ എനിക്ക് നല്ലത് കിട്ടട്ടെ, അതിന് വേണ്ടിയിട്ട് മാത്രം, അല്ലാണ്ട് കരയിപ്പിക്കല്ല. അപ്പോൾ അത്രേ ഉള്ളൂ. അപ്പോൾ നമ്മൾ അവളെ കൂട്ടിപ്പിടിക്കുക, അതാണ് ഞാൻ ചെയ്യുന്നത്. നമുക്ക് സന്തോഷമുള്ള, നമ്മളെ ആരും വെറുപ്പിക്കാതെ ഇവൾക്ക് വരും. ഞാൻ അതിന്റെ ആളാ. പക്ഷെ എനിക്കങ്ങനെ തെറ്റി നിൽക്കുന്നവരൊന്നുമില്ല. പക്ഷെ ഇവൾക്ക് ഒരുപാടുണ്ട്, ഒരുപാട് ഫാമിലീസ് ഇന്നും മിണ്ടാത്തവരുണ്ടായി. വേണ്ടപ്പെട്ട കുറെ ആൾക്കാർ, കൂടുതലും കുട്ടികൾ. അതെ അതെ അതെ, അത് ഞാൻ പറയാം. ഇവളെ ഫാമിലി കുറെ പെൺകുട്ടികൾ ആരാണെങ്കിലും ഇവളെ അത്തിരി അറ്റാച്ച്. എന്താണ് വിളിക്കുക, ചിറ്റേ എന്തൊക്കെ പണ്ട് അങ്ങനെ കുറെ മക്കൾ, ഞാൻ കാണാത്ത മക്കളാട്ടോ. അപ്പൊ അവരൊന്നും ഇന്ന് ഒരു ബന്ധമില്ല. പക്ഷെ അവരൊക്കെ കാണണമെന്ന് ഇവൾക്കല്ല. പക്ഷെ എല്ലാം കൊണ്ടും ചിലപ്പോ നടന്നു വരില്ല. അതെ അതെ. അപ്പൊ അതൊക്കെ ഇവൾക്ക് നല്ലതായിട്ട് മിസ് ചെയ്യും. അപ്പൊ അത് കിട്ടുകയാണെങ്കിൽ കിട്ടട്ടെ. അപ്പൊ നമ്മള് കാണാനുള്ള ആഗ്രഹം ഉണ്ടാവില്ല. തീർച്ചയായും നമ്മള് കൊറേ നിക്കുമ്പോ എനിക്കിപ്പോ ഞാൻ എന്റെ ഫാമിലിത്തോരെ വെറുത്തിട്ടോ അല്ലെങ്കിൽ അവരിന്നെ കൊറേ ദ്രോഹിച്ചിട്ടോ ഒന്നല്ലല്ലോ ഞാന്, മനസ്സിലായ എന്ത് നമ്മള് അവരൊക്കെ അത്ര മനസ്സിലാക്കിയാൽ നമ്മള് അങ്ങനെ ചെയ്ത് ആർക്കും ഇതൊക്കെ സംഭവിക്കും. പ്രണയിച്ച് പിരിയാൻ പറ്റാണ്ടായി ഞങ്ങള് ജീവിച്ച് ഇന്നിപ്പോ നല്ല രീതിയിൽ പറ്റുന്ന പോലെ ജീവിച്ച് ഞങ്ങൾ ഇവിടെ ജോബും ചെയ്ത് ജീവിച്ച് ഞങ്ങൾ നല്ലപോലെ ജീവിക്കുന്നുണ്ട്. അതാണ് അതിൽ പോസിറ്റീവായി എടുത്ത് കാണേണ്ടത്. പിന്നെ അവര് തെറ്റിക്കുന്നത് ഓരോരുത്തരതാണ്. ഇന്ന് എന്ത് തെറ്റലും ഉണ്ടലും നോ പ്രോബ്ലം. തീർച്ചയായും. കാരണം അതെ, അതുകൊണ്ടൊന്നും പരാതിയല്ല. പക്ഷെ ഞാനിങ്ങനെ ഓരോരുത്തർ കാണണമെന്ന് ആഗ്രഹിക്കും തോറും നമുക്ക് നമ്മളെ ആൾക്കാരോട് ഒരു അറ്റാച്ച്മെന്റ് ഉണ്ടാവില്ലേ. അപ്പൊ അവരൊക്കെ എനിക്ക് മൈൻഡിൽ വരും. പറ്റില്ലല്ലോ കാണാന്, അവരോട് സ്പെൻഡ് ചെയ്യാന് എന്നുള്ളത് ഒരു ഫീലിങ്സ്. എന്തോ പെട്ടെന്ന് പറഞ്ഞപ്പോ എനിക്ക് സങ്കടം വന്ന്, എനിക്ക് പെട്ടെന്ന് സങ്കടം വരും. അത് കാരണമാണ് ഞാൻ കട്ട് ചെയ്തതാണ്. അത് കാണിക്കണ്ട, പറയണ്ട. ഞാനാണ് പിന്നെ എടുത്തത്. ചിലപ്പോ ഞാനും കരയും. സിറ്റുവേഷൻ ചിലപ്പോ അങ്ങനെ ആവും. അപ്പോ അതൊക്കെ ഞാൻ കണ്ടിട്ട് കരയണൊക്കെ ഒരുപാട് സിറ്റുവേഷനിൽ ഇവിടെ ഇരുന്നിട്ട് ഞങ്ങൾക്ക് ഞങ്ങൾ കരഞ്ഞിട്ട് പല സിറ്റുവേഷനിൽ. ഞങ്ങള് 15 ദിവസത്തിന് വിസിറ്റ് എടുത്തിട്ട് വന്ന ആൾക്കാരാണ്. ഇന്ന് 4.5 വർഷം ഞങ്ങൾ ഒരുമിച്ച് ഇവിടെ താമസിച്ച്. അതിന്റെ ഇടയിൽ ഒരുപാട് സംഭവങ്ങൾ ഞങ്ങൾ അനുഭവിച്ചിട്ടുണ്ട്. ഇല്ലേ? ഇല്ലാന്ന് പറയാൻ പറ്റില്ല. അപ്പോ ഞങ്ങൾ ഒരു പടിമലൊക്കെ, ഞങ്ങൾ വീടിന്റെ പടിമലൊക്കെ ആ വീടൊക്കെ കാണിച്ചിട്ടുണ്ട്. ആ വീടിന്റെ പടിമലൊക്കെ ആ വലിയ മുഹൂർത്തങ്ങളാണ്. ഞങ്ങൾ ഇങ്ങനെ അന്തം വിട്ടിട്ട് രാവിലെ 7 മണിക്കൊക്കെ ഇരുന്നിട്ടുണ്ട്. ഒരു ഐഡിയ ഇല്ലാണ്ട്. അപ്പൊ അല്ല അതൊക്കെ അതെ അതെ അതെ, ഫസ്റ്റ് വന്നിട്ട് അതൊക്കെ പിന്നെ പറയാം. അത് വേറെ കഥ പറയാം. അല്ല പറയാണ്. അപ്പൊ
അന്നൊക്കെ ഒരുപാട് പ്രതിസന്ധികൾ ഒരുപാട് നേരിട്ടിട്ടുണ്ട്. അപ്പൊ അത് ഇതൊന്നും ഒരു വിഷയമുള്ളതല്ല. പിന്നെ ഇതാ നാട്ടിൽ പോകുമ്പോ അടക്കം ഇവള് കരഞ്ഞ. അപ്പൊ അതാണ് എല്ലാതും ഓരോ ബാഡ് ടൈമുകൾ ഉണ്ടാവും, ഇനിയും പലതും കവർ ചെയ്യേണ്ടി വരും. അപ്പൊ ഈ വ്ളോഗിൽ നമ്മൾ ഉദ്ദേശിക്കുന്നത് ഇങ്ങനെയുള്ള കുറച്ച് കാര്യങ്ങൾ, ഇനി കഥകൾ ഒരുപാട് പറയാനുണ്ട്. നമ്മളെ ഇഷ്ടപ്പെടുന്ന ഒരുപാട് ആൾക്കാരുണ്ട്. ഇപ്പൊ എനിക്ക് ഇന്നെ വെയിറ്റ് ചെയ്തിരിക്കണ എന്റെ മാമന്റെ മക്കളുണ്ട്, പിന്നെ എന്റെ അമ്മായിയുടെ മോളുണ്ട്, വെയിറ്റ് ചെയ്തിരിക്കുന്നു കേട്ടോ. പക്ഷെ വെയിറ്റ് ചെയ്തിരിക്കുന്ന അച്ഛനമ്മ പിന്നെ എപ്പോഴും വെയിറ്റ് ചെയ്തിരിക്കുന്ന ആൾക്കാരാണ്. അവരെ പിന്നെ പറയേണ്ട ആവശ്യമില്ലല്ലോ. അപ്പൊ അവരുണ്ട്, എല്ലാരും കാണണം. പിന്നെ എന്റെ വല്യമ്മ, ശരത്തേട്ടന്റെ തുഷാരേശ്വരൊന്നും മക്കളൊന്നും കണ്ടിട്ടില്ല. അവരൊക്കെ ഇപ്പൊ എന്റെ ഭാഗത്തുണ്ട്. ഇപ്പൊ എന്റെ പോലെ കല്യാണം കഴിച്ച എത്ര ആൾക്കാർക്ക് അവരാരും ഇല്ലാത്ത വീട്ടില് കുറച്ച് ആൾക്കാരായിട്ട് എനിക്ക് കണക്ഷൻ ഇല്ല. പിന്നെ ഇപ്പൊ എന്റെ അയൽവാസികള് അവരായിട്ടൊക്കെ കോണ്ടാക്ട് ഉണ്ടല്ലോ. ഞാൻ എന്റെ മനസ്സിൽ തട്ടി പറയണ ഒരു കാര്യവും ഇന്നിന്റെ ഭാഗ്യട്ടോ. ഇത് വല്ലാണ്ട് പറഞ്ഞിട്ട് അത് ഇല്ലാണ്ടാവണ, എനിക്ക് കുറെ പറഞ്ഞാൽ അത് നഷ്ടപ്പെടുകയും ചെയ്യും. ഇല്ലാതിരിക്കട്ടെ. കാരണം ഞാൻ എൻ്റെ ഭാഗത്ത് ചിന്തിക്കുമ്പോൾ ഇങ്ങനൊക്കെ ചെയ്തിട്ടും തെറ്റുകൾ തന്നെയാണ് നമ്മൾ ചെയ്തത്. കാരണം സ്നേഹിച്ച് പോയി അതിൽ ഇവിടെ പൊക്കിക്കൊടുന്ന ഒറ്റ മോളാണ്, അവരെ നിർത്ത് കൊടുന്ന് ഇന്നിപ്പോൾ പോവാണ്. അതിലൊക്കെ അവര് നമ്മളെ സ്വീകരിച്ച്, ഇതുപോലെ സ്വീകരിക്കാത്ത ഒരുപാട് ആൾക്കാരുണ്ട്. ഞങ്ങളോട് പലരും ഇങ്ങോട്ട് മെസ്സേജ് അയക്കലുണ്ട്. ഇപ്പൊ കുറച്ച് പേര് ഒരു സൈഡിൽ തന്നെ അച്ഛന്റെ ആൾക്കാർ പറഞ്ഞ കുറച്ച് പേരൊക്കെ മിണ്ടാത്തവരും, അതില് എല്ലാവരെയും നല്ല ഞാൻ പറഞ്ഞ എല്ലാരും ആരോടും എനിക്ക് വെറുപ്പും ദേഷ്യമൊന്നും അങ്ങനത്തെ ഒന്നും ഇല്ല. ഞാൻ എന്റെ അടുത്താണല്ലോ തെറ്റുകൾ. പക്ഷെ എന്താ അതിൽ ചിലവരൊക്കെ നമുക്ക് കാണാൻ തോന്നുവാണ്, കാണാൻ പറ്റണില്ല എന്നുള്ള ഒരു ഫീലിങ്സ് ആണ് എന്റെ ഉള്ളില്. പക്ഷെ രണ്ട് ഫാമിലിന്നും ആരും ഇല്ലാത്ത എത്ര ആൾക്കാരുണ്ട്. ഇനിയിപ്പോ ഹസ്ബൻഡിന്റെ ഇന്റർകാസ്റ്റ് മാരേജ് ആണെങ്കിൽ ഹസ്ബൻഡിന്റെ മതത്തേക്ക് ആയിക്കഴിഞ്ഞാല് അവരെ വീട്ടുകാരെങ്കിലും ഉണ്ടാവും. പക്ഷെ സ്വന്തം വീട്ടുകാരില്ലാത്തതിന്റെ ഒരു വേദന തീരെ ഇല്ലാതെ അനുഭവിക്കുന്ന പല കുട്ടികളും ഉണ്ടാവും. അങ്ങനെ ആ കാര്യത്തിൽ ഞങ്ങള് വെച്ച് നോക്കുമ്പോ എന്റെ ഏറ്റവും വലിയ ഭാഗ്യാണ് എന്റെ അച്ഛൻ കൂടെ. കാരണം ഞങ്ങളിത് പ്ലാൻ ചെയ്യുമ്പോ ഞങ്ങളിങ്ങനെ ലാസ്റ്റ് ഘട്ടം ഇതുപോലെ പ്ലാൻ ചെയ്യുമ്പോ ഉറപ്പിച്ചതാണ്. ഞങ്ങൾ രണ്ടും കൽപ്പിച്ച്, കാരണം നമുക്ക് ആരും ഉണ്ടാവില്ല കേട്ടോ, ഞാനും ഈ ഉണ്ടാവുള്ളൂ എന്ന് പറഞ്ഞിട്ട് ഇറങ്ങി പോകുന്നവരാണ്. പക്ഷെ അതിന്റെ നേരം പക്ഷെ ഉള്ളിലൊരു പേടിണ്ട്. പക്ഷെ പിറ്റേ ദിവസം മുതൽ തന്നെ അച്ഛനും അമ്മയും നമ്മളായിട്ട് മോനെ മോളെ അതിനു വേണ്ടി ആഗ്രഹിച്ചിട്ടുള്ളൂ, അതിനു വേണ്ടി പ്രാർത്ഥിച്ചിട്ടുള്ളൂ. പിന്നെ ഞങ്ങൾക്കൊരു നല്ല ലൈഫ് ഉണ്ടാവും. അതെ അതെ, അതുപോലെ തന്നെ അള്ളാഹ് അങ്ങനെ തന്നെ പറയാം. ഞാൻ ഉള്ളത് പറയാ, ഇതിന്റെ പല സിറ്റുവേഷനിലും പല മനുഷ്യന്മാരും പടച്ചോന്റെ പോലെ വന്നിട്ടുണ്ട് ഞങ്ങളുടെ ലൈഫിൽ, ഇല്ലേ? ഇഷ്ടം പോലെ ആൾക്കാർ അങ്ങനെ വന്നിട്ടുണ്ട്. ഞങ്ങൾ അത്ഭുതപ്പെട്ടിട്ടുണ്ട്. ഇന്നലെ മിനിയാന്ന് കണ്ട ആൾക്കാരടക്കം ഞങ്ങൾക്ക് വലിയ ഹെൽപ്പൊക്കെ ആയിട്ട് നമ്മങ്ങനെ പെട്ടെടുക്കൂലേ. ഒരു ഓപ്ഷൻ കൊണ്ട് എടുക്കുമ്പോ അങ്ങനെ നെഞ്ഞു പൊട്ടിയിരിക്കുമ്പോ ചിലവരുണ്ട് വരും. ഇവര് 2 ദിവസം 4 ദിവസത്തെ ബന്ധം ഉണ്ടാവുള്ളൂ. അത് എല്ലാവർക്കും അനുഭവിച്ചവരുണ്ടാവാം. പിന്നെ ഞങ്ങളെ സംബന്ധിച്ച് ഫിറു ആണെങ്കിലും വീട്ടില് ചെറിയ മോന് പ്രത്യേകിച്ച് വേറെ പ്രാരാബ്ദങ്ങളോ കാര്യങ്ങളോ ഫിറു അനുഭവിച്ചിട്ടില്ല. എന്നെ സംബന്ധിച്ച് ഞാനും അനുഭവിച്ചിട്ടില്ല. അപ്പൊ ഞങ്ങക്ക് ചെറിയ കാര്യങ്ങളാണെങ്കിൽ പോലും ഞങ്ങൾ പെട്ടെന്ന് തളരുന്ന ആൾക്കാരായി. പിന്നെ വലിയ വലിയ കാര്യങ്ങളായപ്പോ പിന്നെ തളർച്ചയൊക്കെ നിന്നു. ഇവള് പെട്ടെന്നതാവും. ഓക്കെ, അപ്പോ അത് പറയാൻ കൊറേ ഉണ്ട്. പക്ഷെ ഞങ്ങൾ വലിച്ചു നീട്ടി പോണ കഥകളൊക്കെ പറയുന്നുണ്ട്, എന്തൊക്കെയുണ്ട്. അത് പറഞ്ഞ ആൾക്കാരാണ്, പക്ഷെ വലിയ വീഡിയോ ആക്കി ഞാൻ മാറ്റിയതാണ്. അപ്പോ ഒരു നല്ല ടൈമാണ് ഇനിയുള്ളത്. ആവട്ടെ, ഞങ്ങൾ മാക്സിമം കവർ ചെയ്തിട്ട് ഓരോ ദിവസങ്ങളിലും അല്ലെങ്കിൽ ഇടവിട്ടിട്ടെങ്കിലും ഞങ്ങൾ വീഡിയോ വ്ളോഗ് ചെയ്യുന്നുണ്ട്. അപ്പൊ എല്ലാരും നമ്മളെ സപ്പോർട്ട് കാണാൻ, സപ്പോർട്ട് ചെയ്യുക. ഓക്കെ, അപ്പൊ നമ്മളിന്ന് പറയാനുള്ളതെന്ന് പറഞ്ഞാല് ഞങ്ങളെ ഇഷ്ടപ്പെടുന്ന അത്യാവശ്യം ഒരു സബ്സ്ക്രൈബേഴ്സ് ഉണ്ട് അല്ലേ? അത് മതി. ഞങ്ങളെ സംബന്ധിച്ച് ഞങ്ങൾ ഇത്ര കുറച്ചുള്ള സബ്സ്ക്രൈബേഴ്സ്, ബാക്കിയുള്ളവർക്ക് കുറച്ചായിരിക്കും, പക്ഷെ ഞങ്ങൾക്ക് വലിയൊരു സംഭവമാണ്. അപ്പൊ അത് മതി. അവരെ സ്നേഹം അല്ലെ, അത് അവരെ എപ്പോഴും ആരും കമന്റ് ഇട്ടില്ല. ചില വീഡിയോക്ക് ഒരു മനുഷ്യ കമന്റ് ഉണ്ടാവില്ല. പക്ഷെ ആ അജു എന്റെ ഒരു പയ്യനൊക്കെ ഉണ്ട്. നമ്മൾ എടുത്ത് പറയണ കാരണം വെച്ചാല് ഓന് നമ്മൾക്ക് പ്രചോദനം തരാൻ വേണ്ടിട്ട് ടിക്ടോക്കിൽ നിന്നുള്ള ബന്ധാട്ടാ. എവിടെ സത്യം പറഞ്ഞാൽ എവിടെ അറിയില്ല, ഇവിടെ യുഎയിലാണ്. അപ്പൊ അവന് അടിയിലിടും, അടുത്ത ഈദ് വ്ളോഗായിട്ട് പോയാട്ടോ അല്ലെങ്കിൽ അതായിട്ട് വാ. അപ്പൊ നമ്മൾ വിചാരിക്കും ഒരാളുണ്ട്, ആ ഒരാൾക്ക് വേണ്ടി വീഡിയോ ചെയ്യാം. അങ്ങനെ അടക്കം ചെയ്തിട്ട് ഇപ്പൊ ആ വീഡിയോ വ്ളോഗ് അല്ല ഈദിന്റെ വ്ളോഗ് മുന്നത്തെ ഇട്ട് സത്യം മനസ്സിലായിട്ട് പറയാം. കാരണം വേറെ ഒരാളെ പറയുമ്പോ താങ്ക് യു അജു, അടിപൊളി. ആരാണെങ്കിൽ നമുക്ക് ഒരു പരിചയവും ഇല്ല. അപ്പൊ അവരൊരാൾ നമ്മളെ ഇതുപോലെ സംസാരിക്കുന്നത് നമ്മളെ കാര്യങ്ങൾ കാണാൻ ആഗ്രഹിക്കുന്നുണ്ട്.
അപ്പൊ പിന്നെ മീനുകളെ വ്ളോഗ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുന്ന ആൾക്കാർ എല്ലാരോടും അഫ്സത്താത്ത തീരെ വിടില്ല. നിങ്ങള് വ്ളോഗ് എടുത്തരുന്നിട്ടാ, എന്തുണ്ടെങ്കിലും നിങ്ങൾ അത് ചെയ്യണട്ടാ. കാരണം നിങ്ങളൊരു കാര്യം ചെയ്യണല്ല, അത് നല്ല രീതിയിൽ നിങ്ങൾ ചെയ്യണട്ടാന്ന് പറയൂ. അതുപോലെ വർഹാനത്താത്തയും പറയാറുണ്ട്, സപ്പോർട്ട് ചെയ്യാറുണ്ട്, നിങ്ങൾ ഡെയിലി ഇട്. ഇത് ഇന്നെടുത്തിട്ട് 6 മാസം കഴിഞ്ഞിട്ടാ ഞങ്ങള് ചിലപ്പോ ഇടുക. അപ്പൊ ഞങ്ങളത് പ്രോപ്പറായിട്ട് കൊണ്ടുവെക്കാത്തോണ്ടുള്ള പ്രശ്നം തന്നെയാണ്. അപ്പൊ അങ്ങനെ കുറച്ച് ഇനി ട്രൈ ചെയ്യാം. നമ്മളെ സപ്പോർട്ട് ചെയ്യുന്ന, നമ്മളെ അറിയുന്നവര്, നമ്മളെ സ്നേഹിക്കുന്ന കുറച്ച് ആൾക്കാർ. പിന്നെ എല്ലാരെയും ഞങ്ങളെ ഫാമിലി ഒക്കെ ഞങ്ങള് നാട്ടിൽ പോയിട്ട് ഇതിൽ നിക്കാൻ ആഗ്രഹിക്കുന്ന ഈ വീഡിയോയിൽ പെടാൻ ഞങ്ങളെ ജാഫർ, അബുദാബി ജാഫർ, എന്റെ അളിയന്റെ ഫാമിലി അങ്ങനെ വന്ന ബന്ധാണ്. പക്ഷെ എന്റെ ഒരു സത്യം പറയാ കൂടെ പറപ്പിന്റെ അത്രയും ഇതാണ്. അപ്പൊ എപ്പോഴും ഞങ്ങളോട് പറയും വീഡിയോ എടുക്കുക എപ്പോ വന്നാലും. അങ്ങനെ കുറെ ആൾക്കാരുണ്ട്. അപ്പൊ ഇനിയും ആൾക്കാര് വരട്ടെ. അതുപോലെ പറഞ്ഞാ പറയണ്ടാവും, നിർത്തിയിട്ടുണ്ടായിരുന്നു. പറയാൻ കുറെ ആൾക്കാരൊന്നുമില്ല. ഞങ്ങളെ അടുത്തറിയുന്ന ആൾക്കാര് ഞങ്ങളെ അത്ര സപ്പോർട്ട് ചെയ്യുന്നവര് ഉണ്ടാവുന്നവരുള്ളൂ. അല്ലാത്തവര് ഉള്ളിലുണ്ടാവുമായിരിക്കും, പറയാറില്ല ഞങ്ങളോട്. അത്രയും വന്ന് പറയുന്ന ആൾക്കാരെ പേരാണ് ഞങ്ങൾ ഇപ്പൊ എടുത്ത് പറഞ്ഞത്. അപ്പോ നമ്മൾ ഇനി ഇതാ 10 മിനിറ്റ് ഒക്കെ ആയി. അപ്പൊ നമ്മളിനി നിർത്തുകയാണ്, കൂടുതൽ സംസാരിക്കുന്നില്ല. അപ്പൊ നമ്മളെ എല്ലാ ഹാപ്പിനെസ്സിലും സന്തോഷത്തിലും ദുഃഖത്തിലും എല്ലാരും കൂടെ ഉണ്ടാവുക. പലതും വരും, പ്രാർത്ഥിക്കുക. നല്ല രീതിയിൽ പോയിട്ട് വരാൻ പറ്റട്ടെ. എല്ലാ നമ്മൾ ഉദ്ദേശിക്കുന്നതൊക്കെ നല്ല രീതിയിൽ. കാരണം ഇത്രയും വർഷം കഴിഞ്ഞിട്ട് പോവാണ്. അത് ഒരിക്കലും 30 ദിവസം എന്ന് പറഞ്ഞാൽ അത്രയും വിലപ്പെട്ടതാണ്. കൊളാവാതിരിക്കട്ടെ. മനസ്സിലൊരു ചെറിയ പേടിയുണ്ട്. എന്തെങ്കിലും ഒരു ചെറിയൊരു കരടിന്റെ അച്ഛന്റെ അമ്മയുടെ മനസ്സിലേക്ക് എടുക്കുന്നുണ്ടെങ്കിൽ പോയി. അപ്പൊ അത് അവരെ മനസ്സിൽ ഇതോടെ പോട്ടെ. അതാണ് ഞാനവിടെ ഉദ്ദേശിക്കുന്നത്. അവർക്ക് കൊടുക്കേണ്ട ചില കാര്യങ്ങൾ നമുക്ക് കൊടുക്കുക, മാക്സിമം ചെയ്യാൻ പറ്റുന്നത്. അതിൽ മതോ അല്ലെങ്കിൽ ഹിന്ദു മുസ്ലിം ഞാൻ ഒരിക്കലും അങ്ങനെ ചിന്തിക്കുന്നില്ല കേട്ടോ. അത് ഇവിടെ പ്രണയിച്ചുകൊണ്ട് മാത്രമല്ല, എനിക്ക് ചെറുപ്പത്തിൽ അങ്ങനെ തന്നെയാണ്. എന്റെ ഫ്രണ്ട്സൊക്കെ ഹിന്ദുവും. എനിക്ക് അങ്ങനത്തെ മൈൻഡൊന്നുമില്ല. 2 മതമായിട്ട് മനസ്സിലാണ്, അത്രേ ഉള്ളൂ. നമ്മൾ ജനിച്ച് ആ ഒരു അതാക്കി നമ്മൾ വിശ്വസിക്കുന്നു. അവരെ വിശ്വാസം അവരത്, നമ്മളത് അത്രേ ഉള്ളൂ. അപ്പൊ അതുകൊണ്ട് തന്നെ അത് എനിക്ക് അങ്ങനെ ഉണ്ടായത് അതപ്പോ സത്യം പറഞ്ഞപ്പോ അതിനെ പറ്റി പറയണം. അപ്പൊ എന്തായാലും ഇതൊക്കെ തന്നെ പറയാനുള്ളത്. അപ്പൊ വീഡിയോ ഒക്കെ എല്ലാവരും കാണാം. കൂടി റിയാലിറ്റിയാണ്, മനസ്സിലാക്കി പറയാം. അപ്പൊ എന്തൊക്കെ പറഞ്ഞ അപ്പൊ എല്ലാരും തെറ്റുകളുണ്ടെങ്കിൽ ക്ഷമിക്കുക. അപ്പൊ ഓക്കെ, എന്തെങ്കിലും തെറ്റുകളുണ്ടെങ്കിൽ ക്ഷമിക്കുക. കമന്റ് ഇടുക. ഓക്കെ, അപ്പൊ ശരി, ബൈ.